പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പോലും കാണാനില്ല, കുറച്ചങ്ങോട്ട് തള്ളി അരമണിക്കൂറായുള്ള അവള് കിടന്ന് ഉറങ്ങിയിരുന്നു. അത്രയും പ്രൊഫഷണൽ ആണ്. താല്പര്യമില്ലാത്ത Hello Hamlin, hello Rehan, hello Reina. It's been a long time. നിങ്ങളെല്ലാവരും സുഖമല്ലേ? ഇതൊക്കെയാണ് നമ്മൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. അപ്പം ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഗ്രാഹ്യമില്ല. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത്രേ ഉള്ളൂ. ഇനി പറയാം. നമ്മളെല്ലാരും കസിൻസ് ആണ്. We are all here in Bangalore. ഇവിടെ ക്യാമറ നമ്മളെല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. എനിക്കില്ല. എനിക്കുണ്ട്. കനവുകൾ കണ്ടത് ആയിരം പേരുകളായി ഞാൻ മൂടുകയായി. Wrong with Ross. From the underground. ബാംഗ്ലൂരിൽ വന്നിട്ട് റെയ്നയുടെ ബെസ്റ്റ് പാർട്ട് എന്തായിരുന്നു? നമ്മള് വന്നിട്ട് ആകെ അരമണിക്കൂറായുള്ള അവള് കിടന്ന് ഉറങ്ങിയിരുന്നു. ഇത്ര നിന്റെ ബെസ്റ്റ് പാർട്ട് ഏതായിരുന്നു നമ്മുടെ ട്രാവൽ? സോറി, നമ്മൾ പറയാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു ട്രാവലിലാണ്. അത് പറഞ്ഞില്ല. പറഞ്ഞു ഈ റോഡ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. ഇവരെല്ലാം ട്രിവാൻഡ്രത്തിലാണ് സ്റ്റേ. ദിസ് ഈസ് ഇമ്പോസ്റ്റർ. ഈ റോഡിലാണ് വീട്. ഈ റോഡിൽ എത്തിയപ്പോ അപ്പൊ നമ്മളെല്ലാരും ഈറോഡിൽ തുടങ്ങി നമ്മളിപ്പോ മൈസൂർ വഴി ബാംഗ്ലൂരിൽ എത്തി അല്ലേ? മൈസൂരിൽ ഇന്നലെ വൺ ഡേ. സോറി, അതൊക്കെ വേണം. അപ്പൊ ഇന്നലെയാണ് നമ്മൾ വൃന്ദാവൻ ഗാർഡൻ. വൃന്ദാവൻ ഗാർഡൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയായിരുന്നു. അവിടുത്തെ ലൈറ്റ് ഷോ 2 മിനിറ്റ് പിള്ളേർക്ക് വരെ ബോറടിക്കുന്ന ഒരു സംഭവം. ഞാൻ ഇത് തെന്മല നൈറ്റ് ടൂർ പോയപ്പോ കണ്ടാവും. അതിന് തെന്മല ഇവിടെ പോയ ഇല്ല, വേറും ബോറടി. നമ്മുടെ കൂടെ ഒരു കസിൻ കൂടെ വന്ന് ജോയിൻ ചെയ്യാൻ പോവാണ് അല്ലേ ഇപ്പൊ? വേറൊരു കസിനോട് വലിയ കസിൻ, പക്ഷെ കേൾക്കാൻ നമ്മുടെ പോഡ്കാസ്റ്റിൽ കേട്ടാൻ കൊള്ളത്തില്ല. ആ കസിന്റെ ചാനൽ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ആഡ് ചെയ്യും. സൂപ്പർ. അതെ അതെ, അതാണ് നമ്മുടെ എൽഡസ്റ്റ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല അല്ലേ? അതെ അതെ അതെ. രേഖ പറയരുത്, റീന പറയരുത്. അതെ, പേര് പറയരുത്. ബാംഗ്ലൂർ വന്നിട്ട് ഏത് പ്ലേസ് ആണ് പോവാൻ ആഗ്രഹിക്കുന്നത്? ബാംഗ്ലൂരിനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ. ഇവിടെ പഠിക്കുന്ന ആൾക്കാരെ മാത്രമേ അതിന് ഇപ്പൊ പ്ലസ് ടു പഠിക്കാൻ വരും. ഫാമിലി എല്ലാം പുറത്തു പോയിരിക്കുന്നു. അതിന്റെ ആശ്വാസം കാണാനൊന്നും
എല്ലാ വയസ്സായവർ ഓൾഡ് ജെൻ എല്ലാം പുറത്തു പോയിട്ടുണ്ട്. അതിന്റെ എല്ലാ വക അതെ അതെ. ഞാൻ ജെൻസി. ഇതാരും ഇവിടെ ചോദിച്ചില്ല. അപ്പൊ രേഹൻ, നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് രേഹൻ? ഫേവറേറ്റ് ഫുഡ് അപ്പോഴത്തേക്ക് ഇത്ര സമയം എനിക്ക് ചിക്കനാണ് ഇഷ്ടം. ചിക്കൻ ആണ് ഇഷ്ടം. ഓക്കെ. രേഹൻ ഇപ്പൊ കട്ട ഡയറ്റിലാണ്. പിന്നെ എനിക്ക് ചോറൊന്നും പറയാൻ ഡയറ്റ് ഒന്ന് പറഞ്ഞു പോയി. അറബിക് ഫുഡ് ഇഷ്ടമാണ്. അറബി ഫുഡ് കിട്ടാൻ അറബി കൊത്തും അബുദ്ധി ഹബീബ. ഇത് നമ്മൾ കട്ടി. പിന്നെ എനിക്ക് 2 minutes silence. One eternity later. എന്ത് പ്രാർത്ഥന അപ്പോൾ പറയും. അത് നല്ല ടോപ്പിക്കാണ്. ഓക്കെ, റീന, നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫുഡ് കഴിക്കും തോന്നുന്നുണ്ടോ? സോറി, ആ ചെയർ സോഫയിൽ പോലും കാണാനില്ല. കുറച്ചങ്ങോട്ട് തള്ളിയിരിക്കും. അതൊക്കെ സെൻസർ ചെയ്യുന്നതായിരിക്കും. അത് കുഴപ്പമില്ല. നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? എന്ത് തന്നാലും കഴിക്കും അല്ലേ? ഫുഡായാൽ മതി. ഫുഡായാൽ മതി. പിന്നെന്താ ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത്? എന്തൊക്കെയോ നടക്കുന്നുണ്ട് കൊച്ചു കേരളത്തിൽ. എന്തൊക്കെയാ നടക്കുന്നേ? ഓ, അതിന്റെ ആവശ്യമില്ല. ഈറോഡ് എന്താ നടക്കുന്നത്? ഈറോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ തമിഴ്നാട് ഇലക്ഷൻസ് ഇന്ന് മൂവി പോലെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ല. പറയൂ. ക്യാമറ ഒഫീഷ്യലായിട്ട് പറയാം. അല്ലെങ്കിൽ ധ്യാനപ്പോലെ ഇന്റർവ്യൂവിൽ എല്ലാ കഥയും പറയുന്ന പോലെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നമ്മളിന്ന് ഉച്ചയ്ക്ക് ബർഗർ കഴിച്ചു. അതെ അതെ, ബർഗർ കഴിച്ചു. പിന്നെന്താ നമ്മൾ കഴിച്ചത്? ചിക്കൻ ലോലിപോപ്പ്. അതല്ല, ചിക്കൻ പോപ്കോൺ. നല്ല കടയാണ്. പിന്നെ രാവിലെ ദോശ കഴിച്ചു. അവരെന്ത് കഴിച്ചു എന്നായിരിക്കും ചോദിച്ചു. പിന്നെ ഇനി രാത്രിയും കഴിക്കും. ഇവന്റെ ഫുഡ് കണ്ടിട്ട് ബാംഗ്ലൂർ തണുപ്പാണെന്നൊന്നും വിചാരിക്കണ്ട. ഇവന് വേറെ ഉടുപ്പില്ലാത്ത പറഞ്ഞ നമ്മളൊക്കെ ഭയങ്കര കളർ കോഡ് ഫോളോ ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് ഷീ ഈസ് ഓൾസോ വെയറിംഗ് ബ്ലാക്ക്. ബ്ലൂ ആണ്. ഇല്ല ബ്ലാക്ക് ആണ്. ഞാൻ മാത്രം യെല്ലോ എന്ന് വിചാരിക്കല്. എന്റെ കൂടെയുള്ള ഫാമിലിയിലുള്ള 3 പേര് യെല്ലോ ആണ്. ബ്ലാക്ക് ഡ്രസ് ഇല്ലാത്തവർക്ക് പിന്നെ യെല്ലോ ഡ്രസ് കോഡ് ആക്കി. സപ്പോർട്ട് ഫാമിലി. എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ ഇരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും മാറ്റേണൽ കസിൻസ് ആണ്. എന്റെ മമ്മിയുടെ ബ്രദറിന്റെ മക്കളാണ് ഇവര് രണ്ടുപേരും. എന്റെ മമ്മിയുടെ സിസ്റ്ററിന്റെ മോനാണ് ഇത്. സോ യു ആർ കസിൻസ്. അല്ല പറഞ്ഞ ബ്രദറിന്റെ മക്കളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നോ പേഴ്സണൽ ഡാമേജ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഏതാണ് ബെസ്റ്റ് പാർട്ട് അത് നിങ്ങൾ പ്ലീസ് കമന്റ് ചെയ്യൂ. പ്ലീസ് 0.1 സെക്കൻഡ് എന്ന് പറഞ്ഞു. അവസാനം 0.47. ബെസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ഏതെന്ന് നിങ്ങൾ പറയണം. അപ്പൊ നമ്മൾ കുറെ പോഡ്കാസ്റ്റ് ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ആവശ്യമാണെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യൂ. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. ആൻഡ് ഓൾസോ വി ക്യാൻ സ്പീക്ക് മോർ അബൌട്ട് ദാറ്റ് ടോപ്പിക്. അതിനുള്ള ബുദ്ധി നമുക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന ബുദ്ധിയിൽ പറഞ്ഞു തരും. ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നീ റെയ്ന, അപ്പൊ നീ എന്ത് ചെയ്യുവാണെന്നൊന്ന് എല്ലാവരോടും പറയും. ഇരിക്കണം മാത്രം പുതിയ ഞാനിപ്പോ 12th കഴിഞ്ഞ് എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, എക്സാം റിസൾട്ടിന് റെയ്ന വെയിറ്റ് ചെയ്യുമായിരുന്നു. നീ അങ്ങനെ ഞാനിപ്പോൾ
വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുക. പ്രൊഫഷണൽ കോഴ്സ്, ഓക്കെ. അത് വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യം. അത്രയും പ്രൊഫഷണൽ ആണ് താല്പര്യമില്ലാത്ത കോഴ്സാണ്. അപ്പൊ നിങ്ങൾ അറിയണം അത് എന്ത് കോഴ്സ് ആണെന്ന്. പ്ലീസ് കമന്റ് ബിലോ. ആ കോഴ്സ് പക്ഷെ എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റൂല. അതാണ് അതിന്റെ മെയിൻ പാർട്ട്. അതെന്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ വരുന്നുണ്ടോ ഇത് കട്ട് ചെയ്യാനുള്ള സമയം. ഹാംലെറ്റ് എന്താണ് ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ഇതൊക്കെയാണ് പരിപാടി. കാര്യങ്ങളും പാട്ടും പഠിച്ചിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഓക്കെ. അല്ല കോഴ്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞു. ഞാനൊരു സ്കൂളില് ടീച്ചറാണ്. ഞാൻ ഗവൺമെന്റ് അവരുടെ ലൈഫ് മാറ്റേഴ്സ്. എന്താ ചെയ്യുന്നത് പറയൂ. ഞാൻ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അല്ല എന്താ ചെയ്യുന്നത് ചോദിച്ചത്. പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആണ് ചോദിച്ചത്. ടൈം പാസ് അല്ല ചോദിച്ചത്. PSC എഴുതുന്നവർ ഇതിന് റിപ്ലൈ കൊടുക്കും. അതാണ് എന്ത് കഷ്ടപ്പാടാണ് പഠിക്കുന്നത്. പഠിക്കുന്നവർക്ക് അതെ അതെ, ഇതുപോലെ വെറുതെ കറങ്ങി നടക്കുന്നവർക്കല്ല, പഠിക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ ഔട്ടർ പറയാം. ഏതെങ്കിലും ബാംഗ്ലൂരിൽ ഗുഡ് പ്ലേസസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബിലോ. അതാണ് കാരണം നിങ്ങളുടെ ബാംഗ്ലൂർ കഴിയും. നമ്മള് അടുത്ത പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പോ ഈ കമന്റ്സ് നമ്മൾ ഇത് വായിച്ചു. 2026 ഇത് എപ്പോ ഇറങ്ങും? Maybe 2031. ഇല്ല അതൊരു കാര്യം. ലൈവ് എല്ലാ കണ്ടിനും പറഞ്ഞ് നിർത്താൻ. Okay, see you all in our next video. ലൈവ്